ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഉണ്ടാവില്ല, നന്മയുള്ള ലോകമേ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ വീഡിയോ കേരള പോലീസിനെ വെളുപ്പിച്ചെടുത്തിട്ട് ചെയ്യുന്നത്. ഈ വീഡിയോ കൂടി പോസ്റ്റ് ചെയ്യും. ആളങ്ങനെ തൂക്കിക്കൊണ്ടുവന്ന രീതിയിൽ സാഡ് ബിജിഎം വേണ്ട, നല്ലൊരു മാസ് ബിജിഎം ആയിക്കോട്ടെ, അതൊക്കെ ഇട്ടിട്ട് പോസ്റ്റ് ചെയ്യണം കേട്ടോ കേരള പോലീസ്. കാറിക്ക് വന്നിട്ട് അത് ഇടിച്ചിട്ടും അത് ചോദ്യം ചെയ്തതിനാണ് വണ്ടി എടുത്ത് പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കും. അയാൾ അവിടെ പ്രതികരിച്ചതിന് ഒരു കുറ്റവും പറയാൻ പറ്റില്ല. സ്വന്തം വണ്ടിയല്ലേ, പൈസ കൊടുത്ത് വാങ്ങിയല്ലേ. കണ്ടമാര് വന്നിട്ട് അതിൽ എന്താ പറയുക സ്ക്രാച്ചും ആക്കിയിട്ട് അല്ലെങ്കിൽ ബെൻഡും ആക്കി പോയിട്ട് അത് കുഴപ്പമില്ല കേട്ടോ, എന്റെ വണ്ടി ഞാനത് ആക്കിക്കോളാം, എനിക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? ഒന്നാമത് അവിടെ ടോൾ വാങ്ങുന്നതിന് ഇല്ലീഗലാണ്. കാരണം 60 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു ടോൾ ബൂത്ത് ഉണ്ടാകാൻ പാടും കൃത്യമായ നിയമം എടുത്ത് അതിന്റെ ഇടയിൽ കൂടെ കൊണ്ട് കുറെ ടോളും കുത്തി വെച്ചിട്ട് മനുഷ്യന്മാരുടെ നെഞ്ചത്ത് കയറാന്ന് പറഞ്ഞ എങ്ങനെ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ കുമ്പള ടോൾ പ്ലാസ നിയമത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന ടോൾ പിരിവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അവിടെ ഇന്നലെ ഒരു കുടുംബത്തിന് നേരെ ഉണ്ടായ ഒരു ആക്രമണം, അതും കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന്. 6 മാസമായ ഒരു കുട്ടി വരെ ആ കാറിലുണ്ടെന്ന് ആലോചിക്കണം ഗൈസ്. അവിടുന്ന് ഒരു ചങ്ങായിനെ വലിച്ചിറക്കി കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് ആ വീഡിയോ എന്തായാലും ഒന്ന് കാണാം. പോലീസിന്റെ ഒരു ശുഷ്കാന്തി നോക്ക് നിങ്ങൾ. ഇന്ത്യക്ക് വേണ്ടി മെഡൽ സ്വന്തമാക്കിയ ആള് നാട്ടിൽ വന്നപ്പോ കൂട്ടുകാരെല്ലാം കൂടി എടുത്ത് പൊന്തിക്കുന്ന പോലെയാണ് പൊന്തിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം ടോൾ പിരിവിന്റെയും പിന്നെ ഫാസ്ടാഗിന്റെ എല്ലാം കാര്യങ്ങളും. അദ്ദേഹത്തിന്റെ കാറ് പാസ് ചെയ്ത് വരുമ്പോ ഫാസ്ടാഗ് വഴി പൈസ ഡിഡക്ട് ആയിറക്കണു. എന്നിട്ട് അടക്കം മറ്റേ സുനാപ്പി ഉണ്ടല്ലോ ഇങ്ങനെ വന്ന് അടിക്കണ സാധനം, ഇങ്ങനെ പൊന്തിക്കലും താഴത്തലും, ആ സാധനം വന്ന് അദ്ദേഹത്തിന്റെ കാറിലടിച്ചു. ഞാൻ പറയട്ടെ, സ്വന്തമായിട്ട് നയിച്ച പൈസയും കൊണ്ട് വാങ്ങിയ സാധനം അത് ഇതേപോലെ കേട് വരുമ്പോൾ ആരാണെങ്കിലും പ്രതികരിക്കും. അതിന് പോലീസ് വന്നിട്ട് എന്താ സംഭവം എന്ന് പോലും ആ കുടുംബത്തോട് ചോദിക്കാതെ അയാളെ വലിച്ചിറക്കി ആ കാറിനെ പുറത്തിറക്കി ഇങ്ങനെ കൊണ്ടുവന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 24 ന്യൂസിലടക്കം അത്യാവശ്യമുള്ള എല്ലാ ന്യൂസിലടക്കം സ്പ്രെഡായ കാര്യമാണ്. കുമ്പള ടോൾ പ്ലാസയിൽ യുവാവിനെതിരെ പോലീസ് അതിക്രമമെന്ന് പരാതി. വാഹനത്തിൽ നിന്ന് പോലീസ് വലിച്ചിറക്കിയെന്നാണ് ബോവിക്കാനം സ്വദേശിയ യുവാവിന്റെ ആരോപണം. ടോൾ അധികൃതരുമായി യുവാവ് തർക്കത്തിലേർപ്പെട്ടിരുന്നു. ഗതാഗത കുരുക്കുണ്ടാക്കിയതിനാലാണ് യുവാവിനെ പിടിച്ചിറക്കിയതെന്നാണ് പോലീസിന്റെ വിശദീകരണം. ആ പ്രതികരണം വരുന്നു, പ്രതികരണത്തിലേക്ക്. കുമ്പള ടോൾ പ്ലാസയിൽ എത്തുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിൽ ഒരു KSRTC ബസ് ഉണ്ടായിരുന്നു. KSRTC ബസ് പാസ്സായതും എൻ്റെ നെക്സ്റ്റ് എൻ്റെ ഇതായിരുന്നു. അത് എൻ്റെ ഇത് കട്ട് ചെയ്തു, ടോൾ കട്ട് ചെയ്ത് നെക്സ്റ്റ് എൻ്റെ കാറിൻ്റെ മിഡിലായിട്ട്, ഗ്ലാസിൻ്റെ മിഡിലായിട്ട് ഈ ബാരിക്കേഡ് വന്ന് വീണത്. ഞാൻ അവിടുത്തെ ഉള്ള ആൾക്കാരോട് ചോദിച്ചു, നീ എൻ്റെ ടോൾ കട്ട് ചെയ്തു എന്നിട്ട് എങ്ങനെയാണ് ഇത് വന്ന് വീഴുക, എൻ്റെ മേലേക്ക് വീഴാന്ന് ചോദിച്ചപ്പോൾ അവന് ഇന്ത്യക്കാരനാണ് എന്തൊക്കെയോ പറയാം, ഒരു എന്താ പറയുക, നമ്മൾ ചോദിക്കുന്ന കാര്യമല്ല അവൻ പറയുന്നത്. വണ്ടി എടുത്ത് പോയിക്കോ എന്നുള്ള രീതിയിൽ അവൻ എന്തൊക്കെയോ തെറി വിളിക്കുന്ന പോലെ സംസാരിക്കുന്നുള്ളത്. പോലീസ് വന്നിട്ട് എന്നോട് വണ്ടി എടുത്ത് വരുൺ പാറക്കൽ വിവരങ്ങളുമായി. വരുൺ, എന്താണ് സത്യം, എന്താണ് നേരെ, എന്താണ് സത്യം, എന്താണ് ഞാൻ പറയിക്കണ്ട. അവിടെ വന്നിട്ട് ആ സംഭവം എന്താണ് നടന്നതെന്ന് ചോദിക്കാൻ പോലും ഒരു ഇതില്ലാത്ത കേരള പോലീസ് എന്തിനാ അവിടെ? ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പോലീസ്, അല്ലാണ്ട് ഇതേപോലുള്ള ഗുണ്ടായുസങ്ങൾ കാണിക്കാനുള്ളതല്ല. മനോരമ ന്യൂസിൽ വന്നത് കുമ്പള ടോളിൽ പോലീസ് ടോൾ സാമഗ്രി കാറിലേക്ക് വീണ് ചോദ്യം ചെയ്ത യുവാവിനെ മർദ്ദിച്ച് 6 മാസം പ്രായമുള്ള കുഞ്ഞുമായി സ്ത്രീ റോഡിൽ നിന്നത് മണിക്കൂറുകളോളം. ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരും വരില്ല കേട്ടോ, ഇതൊന്നും സ്പ്രെഡ് ആവൂല്ല. എന്നിട്ട് എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവർ പറയാ, നീ AC കാറിൽ വന്നിട്ട് നമ്മളെ പ്രശ്നങ്ങളൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെ ന്യൂസൻസ് പ്രോബ്ലംസ് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നാണ് എന്നോട് ചോദിക്കുന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ടാക്സ് അടിച്ചിട്ടാണ് ഞാൻ പോകുന്നുള്ളത്, ഞാൻ എൻ്റെ പൈസ കൊടുത്തിട്ടാണ് വണ്ടി വാങ്ങിച്ചിട്ടുള്ളത്, അതിൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ, ഞാനിതിൽ ഫാസ്ടാഗും പേ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും പോലീസുകാർക്ക് എന്താണ് എൻ്റെ പ്രശ്നമെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അവർ പിന്നെയും പറയും, നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാണ്, ടോൾ ബൂത്തിൽ
പ്രശ്നം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ എൻ്റെ കുഞ്ഞുമാനെ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നുള്ളത്. ഒന്നാമത് അവിടെ ടോള് വാങ്ങുന്നതിന് ഇല്ലീഗലാണ്. കാരണം 60 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു ടോൾ ബൂത്ത് ഉണ്ടാകാൻ പാടുള്ള കൃത്യമായ നിയമം ഇത്. അതിന്റെ ഇടയിൽ കൂടെ കൊണ്ട് കുറെ ടോളും കുത്തി വെച്ചിട്ട് മനുഷ്യന്മാരുടെ നെഞ്ചത്ത് കയറാന്ന് പറഞ്ഞ എങ്ങനെ? ആദ്യം പിടിച്ച് പടക്കേണ്ട അവിടുത്തെ ബംഗാളി അല്ലെങ്കിൽ ആ ഹിന്ദിക്കാരനാണ്. ഇതും ചെയ്യാതെ ഒന്നല്ലെങ്കിൽ പോലീസിന് അയാൾക്ക് നേരെ കേസ് എടുക്കാം. ഇതല്ലാതെ ഒരു പ്രതിയെ കൊണ്ടുപോകുന്ന പോലെ കയ്യേറ്റം ചെയ്യാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നതെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. പിടിച്ച് വലിക്കുക, കുടുംബം ഇരിക്കുമ്പോൾ ഒരു കുട്ടിയടക്കം അതിൽ വണ്ടിയിൽ ഇരിക്കുമ്പോൾ പിടിച്ച് വലിച്ച് അയാളെടുത്ത് കൊണ്ടുപോവുക. ആരാ നിങ്ങൾക്ക് ഇതിന് അധികാരം തന്നത്? കേസ് എടുക്കുക, വേണമെങ്കിൽ കേസ് എടുക്കുക. അതുപോലും ചെയ്യാതെ ഇമാര് പരിപാടി കാണിക്കണലുണ്ടല്ലോ. അവിടെ നടക്കുന്ന കുറച്ച് അനാസ്ഥയും കാര്യങ്ങളും നമുക്ക് അവിടെ വക്കീലും ആൾക്കാരൊക്കെ ഉണ്ട്, നമുക്ക് അവരുടെ കുറച്ച് വാക്കുകളും കേൾക്കാം. സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ഇതര സംസ്ഥാന ഗുണ്ടകളെ കൊണ്ടു നിർത്തി ഇതൊരു ചെയ്യുന്ന ഈ തോന്നിവാസത്തിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ച് മറുപടി കൊടുക്കുന്നതായിരിക്കും. സത്യം, അവിടെ പോയ ആൾക്കാർക്ക് മനസ്സിലാവും അവിടെയുള്ള ആൾക്കാരുടെ ബിഹേവിയർ. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന് അവിടെ ഉണ്ടായത്. കാറിക്ക് വന്നിട്ട് അത് ഇടിച്ചിട്ടും അത് ചോദ്യം ചെയ്തതിനാണ് വണ്ടി എടുത്ത് പൊക്കോ എന്നും പറഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കും. അയാൾ അവിടെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒരു കുറ്റവും പറയാൻ പറ്റില്ല. സ്വന്തം വണ്ടിയല്ലേ, പൈസ കൊടുത്ത് വാങ്ങിയല്ലേ. കണ്ടമാര് വന്നിട്ട് അതിൽ എന്താ പറയുക സ്ക്രാച്ചും ആക്കിയിട്ട് അല്ലെങ്കിൽ ബെൻഡും ആക്കി പോയിട്ട് അത് കുഴപ്പമില്ല കേട്ടോ, എൻ്റെ വണ്ടി ഞാനത് ആക്കിക്കോളാം, എനിക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? തെറ്റ് ചെയ്ത് അത് അവിടെ ചോദ്യം ചെയ്യും. അത് പരിഹരിക്കാനാണ് പോലീസ്. അല്ലാതെ അവിടെ വന്നിട്ട് തെറ്റ് ചെയ്തവനെ അവിടെ മാറ്റി നിർത്തി നല്ല വെള്ളമാക്കിയിട്ട് ഇയാളെ പിടിച്ചിട്ട് അവിടെ കൊണ്ടുപോകാനുള്ള പോലീസിന്റെ ഡ്യൂട്ടി. തീപ്പെട്ടി വാങ്ങുന്ന സമയത്ത് നമ്മൾ ടാക്സ് കൊടുക്കണം. ഒരു വാഹനം വാങ്ങിക്കുന്ന സമയത്ത് 18 മുതൽ 40% വരെ GST അടച്ചിട്ടാണ് നമ്മളൊരു വാഹനം ഇറക്കുക. അപ്പൊ ഒരു 10 ലക്ഷം രൂപയുടെ വാഹനം എടുക്കുന്ന ആൾ മിനിമം ഒരു 20 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കണം. റോഡ് ടാക്സ് വേറെ അടിക്കണം. അതുകൂടാതെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ GST വേറെ ഉണ്ട്. ഇനി അതൊന്നും പോരാതെ നമ്മൾ ഓരോ ലിറ്റർ പെട്രോളും ഡീസലും അടിക്കുന്ന സമയത്ത് അതിന്റെ ടാക്സ് നമ്മൾ വേറെ കൊടുക്കുന്നുണ്ട്. ഈ റോഡിനുള്ള സ്ഥലം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കൊടുത്തിട്ടുള്ള ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന്. കാരണം നമ്മൾ തീപ്പെട്ടിയും പെന്നും വാങ്ങുമ്പോൾ മുതൽ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് ഒരു ബട്ടൺസിന്റെ മുകളിലും ടാക്സ് ഉണ്ട്. നമുക്ക് നമ്മൾ കഴിക്കുന്ന ഓരോ മണി അരിയുടെ മുകളിലും നമ്മൾ ടാക്സ് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ജീവിക്കുന്ന സമയത്ത് ആ ടാക്സിൽ നിന്ന് പണം എടുത്തിട്ട് സ്ഥലം ഏറ്റെടുത്ത് ആ ടാക്സ് കൊണ്ട് തന്നെ കരാറുകാർക്ക് പണം കൊടുത്ത് റോഡ് ഉണ്ടാക്കി കഴിഞ്ഞ് ഈ റോഡിലൂടെ നമ്മൾ 20 മുതൽ 40% വരെ ടാക്സ്, അതിന്റെ മുകളിൽ ഈ നമ്മൾ അടിക്കുന്ന പെട്രോളിന്റെ ടാക്സ്, ഡീസലിന്റെ ടാക്സ്, ഇൻഷുറൻസിന്റെ ടാക്സ്, റോഡ് ടാക്സ് വേറെ, ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ടോളും കൊടുക്കണം. ടോൾ ആർക്ക് കൊടുക്കണം? പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ കൊടുക്കണം. വളരെ ചെറിയൊരു പൈസക്ക് ടെൻഡർ കൊടുക്കും. അതിന്റെ 1000-10,000 ഇരട്ടി എന്ത് ചെയ്യും? ഓരോ ദിവസം പിരിക്കും. റോഡ് ഉണ്ടാക്കുക എന്നുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഈ റോഡ് ഉണ്ടാക്കുന്നത് ശരിക്കും ടോൾ പിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. കാരണം റോഡ് എവിടെ പൂർത്തിയായിട്ടില്ലെങ്കിലും ടോളിന്റെ പണി എല്ലാ സ്ഥലത്തും പൂർത്തിയായി. 3 കാര്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. സർവീസ് റോഡില്ലാതെ എങ്ങനെ പോകും? ഈ 2 വീലർ 3 വീലറുകൾക്ക് യാത്ര ചെയ്യാൻ അനുമതിയില്ലെങ്കിൽ അവർ എങ്ങനെ പോകും? 3, ഈ 100 കിലോമീറ്ററിനകത്ത് ഞങ്ങൾ മനസ്സിലാക്കിയത് 3 ടോൾ ഉണ്ടെന്നാ. ഇത് നിയമവിരുദ്ധ. 60 കിലോമീറ്റർ ഇടവിട്ട് മാത്രമേ ഒരു ടോൾ പറ്റുള്ളൂ. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ടോള് നിയമവിരുദ്ധാണ്. ഇവർക്ക് ടോള് പിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇതുപ്രകാരം പിരിക്കാനല്ല, അതിനൊരു നിയമമുണ്ട്. നാഷണൽ ഹൈവേസ് ഫീ ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ്സ് ആൻഡ് കളക്ഷൻ റൂൾസ് പ്രകാരമേ പിരിക്കാൻ പറ്റുള്ളൂ. ആ റൂൾസിന് വിരുദ്ധമാണ് ഇവിടെ പിരിക്കുന്നത്. ടോളിന്റെ കാര്യത്തിൽ എല്ലാവർക്കും അത്യാവശ്യം ബോധം വന്നു എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇയാളുടെ കാര്യത്തില് പോലീസ് ചെയ്ത കാര്യം ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ ഉണ്ടാവുമല്ലോ, നന്മയുള്ള ലോകമേ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ വീഡിയോ കേരള പോലീസിനെ വെളുപ്പിച്ചെടുത്തിട്ട് ചെയ്യുന്നത്. ഈ വീഡിയോ കൂടി പോസ്റ്റ് ചെയ്യും. ആളങ്ങനെ തൂക്കിക്കൊണ്ടുവന്ന രീതിയിൽ സാഡ് BGM വേണ്ട, നല്ലൊരു മാസ് BGM ആയിക്കോട്ടെ, അതൊക്കെ ഇട്ടിട്ട് പോസ്റ്റ് ചെയ്യണം കേട്ടോ കേരള പോലീസ്. ഇവിടെ ആ കാറുകാരൻ ടോൾ അടച്ചിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെ ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം ചെയ്തതിന് ശേഷവും അദ്ദേഹത്തിന്റെ വണ്ടിക്ക് അത് വന്ന് വീണു. അത് ആര് കോമ്പൻസേറ്റ് ചെയ്യും? അപ്പൊ അത് നിങ്ങൾ നേരേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ പറഞ്ഞ് സോൾവ് ചെയ്യുന്നതിന്റെ പകരം അവിടെ ആളെ പിടിച്ച് മാറ്റി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയല്ലേ ചെയ്തിറക്കുന്നത്. ബ്ലോക്ക് വരികയാണെങ്കിൽ അടുത്ത വഴി കൂടെ കടത്തി വിടണം. അടുത്ത വഴി കൂടെ കടത്തി വിട്ടിട്ട് ആരുടെ ഭാഗത്ത് എന്താന്ന് ഉള്ളിച്ചാൽ അതിനനുസരിച്ച് തീരുമാനം എടുക്കണം. ഇനിയിപ്പോ ആ വീഡിയോയില് ആ അദ്ദേഹത്തെ മാത്രം ഉപദ്രവിക്കുന്നേ കണ്ടുള്ളൂ. ആ കാറുണ്ടായിരുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരും നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന പോലീസുകാർക്കെതിരെ കേസ് കൊടുക്കണം. ആള് ചെയ്തതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. നയിച്ചുണ്ടാക്കിയ പൈസക്ക് വാങ്ങിയ വണ്ടിക്ക് കണ്ടവന്മാര് വന്നിട്ട് ഇങ്ങനെ അപരാധിച്ചിട്ട് ഓരോന്ന് കാട്ടുമ്പോൾ പൊള്ളും. അത് ചോദ്യം ചെയ്തതിന് പോലീസുകാർ ഇങ്ങനെ വന്ന് കാണിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നാണം വേണ്ട. നിയമത്തിനൊക്കെ പുല്ല് വിലയാണല്ലോ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ടോളിന്റെ കാര്യം അങ്ങനെ അതാ ആ കാര്യം പറഞ്ഞ നിയമത്തിന് പുല്ല് വിലയാണ് ഇവിടെ കൊടുക്കുന്നത് എന്നുള്ളത്. അതും പോരാണ്ട് അവിടെ അതൊരു ആ ടോളിലൊരു പ്രശ്നം വന്നപ്പോൾ അതുപോലും പരിഹരിക്കാൻ പറ്റാത്ത പോലീസ്. എല്ലാവരും പറയുന്നില്ല, ആ കൂട്ടം കുറച്ച് പോലീസ് ഉണ്ടല്ലോ, അപ്പൊ അവരെ പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്താം. അടുത്ത വീഡിയോയോട് കാണാം. ബൈ.